ടോപ്പിക് വായിക്കാൻ പറ്റില്ലേ? പിന്നെന്താ ഇങ്ങനെ അന്തമിട്ട പോലെ ഇരിക്കണേ? അത് തന്നെ, ഹാർമണി ഉണ്ട്, ജീവിതമുണ്ട്, പിന്നെന്തുണ്ട്? ഉണ്ട്. ടോപ്പിക് അതാണ്. ടോപ്പിക് കേൾക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ട്രെയിനേഴ്സ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ എക്സലൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. Let us have an open mind to listen to this 40 plus minutes. ആശയങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ പലതും ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഈ ഹാർമണി എന്ന് പേരെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിടുന്നതിന് മുമ്പ് ഇതിനൊരു അതോറിറ്റി വേണമല്ലോ. നേച്ചർ ഈസ് ഫുൾ ഓഫ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഹാർമണി വിച്ച് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡിസ്കവറിംഗ് സച്ച് ഹാർമണി ഈസ് ദ കൺസേൺ ഓഫ് മാൻ. ഐൻസ്റ്റൈൻ പറയുമ്പോൾ നമുക്ക് ആധികാരികമാണ്. വാട്ട് ഡു യു തിങ്ക്? സ്ട്രെസ് ആണോ ഹാർമണി ആണോ മനുഷ്യന്റെ ബേസിക് നേച്ചർ? എന്താ അഭിപ്രായം? സ്ട്രെസ് ആണോ ഹാർമണി ആണോ മനുഷ്യന്റെ ബേസിക് നേച്ചർ? ഭൂരിപക്ഷം അതാ, രണ്ട് ഗ്രൂപ്പായോ? അപ്പൊ തന്നെ ഞാൻ വിജയിച്ചു അല്ലെ? ഒരു സ്ട്രെസ്. ഇത് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു. എന്റെ ഉത്തരം അതിലേക്ക് ഞാൻ വരാം. സ്ട്രെസ് ആണെന്നുള്ള അഭിപ്രായക്കാർ ഇരുന്നോട്ടെ. കറന്റ് റിയാലിറ്റി, വി ആർ മൂവിങ് ടുവേർഡ്സ് എ ഗ്ലോബൽ മാർക്കറ്റ് ഫ്രം എ ഗ്ലോബൽ ഫാമിലി കോൺസെപ്റ്റ്. വസുധൈവ കുടുംബം എന്ന് പറഞ്ഞതും ലോകമേ തറവാട് എന്ന് പറഞ്ഞതും ഒക്കെ ഒരു കാലമായിരുന്നു. ഇപ്പൊ എന്താ പറയണ? ഗ്ലോബൽ വില്ലേജ് എന്നായിരുന്നു നടക്കാലത്ത്. ഫാമിലി പോയി. പിന്നെ ഇപ്പൊ എന്തായി? ഗ്ലോബൽ മാർക്കറ്റാണ്. ഇഫ് യു ഹാവ് ടാലന്റ് എവ്രിവെയർ യു ഹാവ് എ മാർക്കറ്റ്. നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തുന്നത് പോലും മാർക്കറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. എവിടെ പ്ലേസ് ചെയ്താലാണ് ഈ പ്രോഡക്റ്റ് മൈ ഓൺ ചൈൽഡ് ഡിമാൻഡ് ഉണ്ടാവുക? ഏത് കോഴ്സ് പഠിച്ചാലാണ്, എന്ത് ജോലി ചെയ്താലാണ്, അതാണോ അയാൾക്ക് ശരിക്കും ഇഷ്ടം എന്ന് ചോദിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അതൊക്കെ ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നു അറിയാം. അപ്പൊ പിന്നെ ഹാർമണിയാണ് ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും? ചർച്ചാ വിഷയമാണ്. പക്ഷെ ഈ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അതിവേഗം പോകുമ്പോൾ വിശ്വകുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും വ്യാപാര കേന്ദ്രത്തിലേക്ക് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ലവ് ആൻഡ് റിലേഷൻഷിപ്സ്. ആത്മ തുടങ്ങിയതും അവിടെ നിന്നാണ്. ഇമോഷൻസിനും റിലേഷൻഷിപ്സിനും വേണ്ടി ഒരു NGO എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ എന്നെ കളിയാക്കാറുണ്ട്, ഇത് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പിന്നീട് പോകെ ഇപ്പോ സിറ്റികളിലൊക്കെ ചില കോൺഫറൻസുകളിലൊക്കെ പോയിട്ട് നമ്മൾ അങ്ങനെയാണ് ഇത് തുടങ്ങിയെന്ന് പറയുന്ന സമയത്ത് വാവ് എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് അർത്ഥം. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ചില ക്ലബുകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ വിഷയം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോന്നൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മസിൽ മെൻ ഉണ്ടാവും അവിടെ, നല്ല മസിലുള്ള മുഖത്ത്. അങ്ങനെയുള്ള ആളുകളിൽ അവർ പറയും ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യമില്ലെന്ന് പറയും. എഗ്രി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ സൈഡിലേക്ക് പോവും. കയ്യിലൊരു ഗ്ലാസ്സുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സ്വകാര്യമായിട്ട് പറയും ഇത് ശരിക്ക് വീട്ടിലും അത്യാവശ്യമാണ്. അതുവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ മടിയുണ്ടാവും. പക്ഷെ ഇത് നമ്മളുടെ ജീവിതത്തിൽ ഈ ഹാർമണി എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ പത്രമൊക്കെ മറിച്ച് നോക്കുന്ന ആളുകളെ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഇന്ന് ആവറേജ് ഒരു ദിവസം വീടിനകത്ത് നടക്കുന്ന എത്ര അക്രമങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്? ഇവിടെ ഗായത്രിയും കാവ്യൊക്കെ ഉണ്ട്. അവരുടെ പ്രധാന പണി എന്താ? ഡൊമസ്റ്റിക് വയലൻസിന്റെ വിക്ടിംസിനെ സഹായിക്കുക. ഡൊമസ്റ്റിക് വയലൻസിന് എന്താ? സുന്ദരമായിട്ടുള്ള സങ്കല്പമാണ് കുടുംബം എന്ന് പറയുന്നത്. അതിന്റെ അകത്തുണ്ടാവുന്ന വയലൻസിന് മാത്രം. കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിയമനിർമ്മാണം ഉണ്ടായിട്ടുള്ളത് വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും അതിൽ നിന്ന് സംരക്ഷണം നൽകാനും ഒക്കെ. വയസ്സായവർക്കുള്ള നിയമം, കുട്ടികൾക്കുള്ള നിയമം, സ്ത്രീകൾക്കുള്ള നിയമം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള നിയമം, അവിടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബന്ധങ്ങളെ നിയമങ്ങളെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റും. ഇത് ലിവിങ് ഇൻ ഹാർമണിയുടെ തുടക്കമാണ്. ഫോട്ടോ ഇഷ്ടപ്പെട്ടോ? കാണാമോ? ഇതിലിപ്പോ പെറ്റ കുട്ടി ഏതാ പെറ്റ് പട്ടി ഏതാന്ന് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളൊരവസ്ഥയാണ് ശരിക്കും. ഇങ്ങനത്തെ കുറെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക്. പക്ഷെ ഇത് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ.
മുമ്പ് കുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്ന കാലത്ത് നിന്ന് ഇന്ന് കുട്ടികളെ കൊണ്ടു നടക്കുന്ന എങ്ങനെയാ? ബന്ധങ്ങള് ഉണ്ടായി വരുന്നതിന്റെ തുടക്കം തൊട്ടേ നമുക്ക് പിടുത്തം വീഴുകയാണെന്ന് അർത്ഥം. ഈ കാലത്തിനെ കുറിച്ച് ഈ ടോക്കന് വിളിക്കുന്ന സമയത്ത് പലപ്പോഴും കുടുംബ സംഗമങ്ങളിലൊക്കെ ഈ വിഷയം സംസാരിക്കാൻ വിളിക്കുക. അപ്പൊ അതിൽ സ്വാഗത പ്രസംഗത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ്, കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള മാറ്റത്തിൽ ഇത്. ഈ കൂട്ടുകുടുംബം അണുകുടുംബമൊക്കെ എവിടെ കിട്ടും? നമ്മുടെ അവസ്ഥ എന്താ? നമുക്കൊരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കാം. ഫാമിലിയുടെ അവസ്ഥയിലേക്ക് വരാം. എന്തായാലും നെഗറ്റീവ് കാര്യങ്ങൾ അധികം ചർച്ച ചെയ്യേണ്ട. ബട്ട് ദർ ഈസ് നോ ടേണിംഗ് ബാക്ക്. ഈ മാറ്റം, ഗ്ലോബലൈസേഷന്റെ മാറ്റം, അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഡു യു അഗ്രി? ടെക്നോളജി വല്ലതും അല്ലേ? ഈ മൊബൈലാണ് എല്ലാം നശിപ്പിക്കുക. ഇന്ന് മൊബൈൽ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇനി മൊബൈലിന് പകരം വേറെ സാധനം വരും. മൊബൈലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ നമ്പർ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള നമ്പർ വിളിക്കുന്ന ഒരു കാലമൊക്കെ വരുമായിരിക്കും. ഈ ഇൻസ്ട്രുമെന്റും ടെക്നോളജിയൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. അല്ലെങ്കിൽ ടി വി ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എയറിൽ കാണാൻ പറ്റും, സ്പേസിൽ ടി വി കാണാവുന്ന അന്തരീക്ഷം മാറ്റങ്ങൾ വന്നേക്കാം. അല്ലാതെ ഇത് തിരിച്ചു പോക്കുണ്ടാവില്ല. പഴയ സുന്ദരമായ കുട്ടിക്കാലത്തൊക്കെ എന്ത് സുഖമായിരുന്നു, കുട്ടിക്കാലം തിരിച്ചു വരാൻ പോലില്ല. വയസ്സുകാലത്ത് എങ്ങനെ സുഖിക്കാന്ന് ആലോചിച്ചാൽ പോരെ? ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. ബട്ട് ന്യൂ ആൻഡ് ഡിഫറെന്റ് കേപ്പബിലിറ്റീസ് ആർ റിക്വയർഡ് ടു ബി ഇഫക്റ്റീവ് ഇൻ ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്. കഷ്ടകാലത്തിന് ബന്ധങ്ങളെ കുറിച്ചോ സ്നേഹത്തിനെ കുറിച്ചോ ഇമോഷൻസിനെ കുറിച്ചോ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ എന്തെങ്കിലും പഠിക്കണ്ടോ? അല്ല, അതൊക്കെ അവിടെ നടക്കണ്ടാവും. ബന്ധങ്ങളും സ്നേഹവും ബ്രേക്കപ്പും ഒക്കെ അവിടെ നടക്കണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ഗൈഡൻസോ പഠിപ്പിക്കലോ ഉണ്ടാവുമോ? അധ്യാപകർ ശത്രുക്കളും കുട്ടികള് അപ്ലിക്കേഷൻ നടത്തുന്ന ആളുകളുമാണ്. ആരാ ഗൈഡൻസ് കൊടുക്കാം? ഉണ്ടാവില്ല. അവിടെയാണ് സെൽഫ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഏരിയ നമുക്ക് ചർച്ചാ വിഷയമാവുന്നത്. ലിവിങ് ഇൻ ഹാർമണിയുടെ അടിസ്ഥാന കോൺസെപ്റ്റ്, ഐ ആം ദ ക്രിയേറ്റർ, സസ്റ്റെയിനർ ആൻഡ് ഡിസ്ട്രോയർ ഓഫ്. പിന്നെതെന്താ? ഒന്നുകൂടെ പറയോ? ഐ ആം ദ ക്രിയേറ്റർ, സസ്റ്റെയിനർ ആൻഡ് ഡിസ്ട്രോയർ ഓഫ് മൈ വേൾഡ്. ആ മൈ അണ്ടർലൈൻ ചെയ്യാം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരേ ലോകത്ത് തന്നെയാണോ അതോ അവനവന്റെ ലോകത്താണോ? എന്താ അഭിപ്രായം? ഗ്രൂപ്പ് ഉണ്ടാക്കാലോ. സ്ട്രെസ് ഹാർമണി 2 ഗ്രൂപ്പുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരേ ലോകത്താണോ ജീവിക്കുന്നത്, അവനവന്റെ ലോകത്താണോ? അവനവന്റെ ലോകം ക്രിയേറ്റ് ചെയ്യുന്നതാരാം? അത് മാനേജ് ചെയ്യുന്നതാരാം? അത് നശിപ്പിക്കുന്നതാരാ? ഇത് എപ്പോഴെങ്കിലും നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ? നമ്മൾ സമ്മതമല്ല. നിങ്ങളൊരൊറ്റ ആളാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ. അയാൾക്കും അതേ അഭിപ്രായമാണ്. എന്നാൽ പിന്നെ അതും കൂടെ എക്സ്ചേഞ്ച് ചെയ്താൽ പോലെ, ഞാൻ എൻ്റെ ജീവിതത്തിനെ നശിപ്പിക്കാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ നശിപ്പിക്കാൻ. ഓക്കെ, അപ്പോഴും സമ്മതമല്ല. കാണാണ്ടോ? ഇങ്ങനൊരു കാലം വന്നോ? വരുണ്ടോ? വരാൻ പോണ്ടോ? എന്താ ഉണ്ടാവണേ? ഉമ്മർത്ത് പാല് വരുമ്പോ അടുക്കളയിലുള്ള ഭാര്യയ്ക്ക് മിസ്ഡ് കോൾ അടിക്കുന്ന ഭർത്താവിനെ കൗൺസിൽ ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. മുകളിലിരിക്കുന്ന മക്കളെ എത്ര മിസ്ഡ് കോൾ അടിച്ചിട്ടും ഭക്ഷണം കഴിക്കാൻ വരില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന അമ്മമാരെ കാണുന്ന ആളാണ്. എവിടെയാണ് നമ്മളിപ്പോ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടെക്നോളജിയുടെ മീഡിയം ഉപയോഗിച്ചാണോ നേരിട്ട് മുഖത്ത് നോക്കിയിട്ടാണോ? ആലോചിച്ച് നോക്കാം. കൂടുതൽ ഫാന്റസി വേൾഡിലേക്ക് പോകുന്ന സമയത്ത് വാട്സപ്പിലും FBയിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഏതാണെന്ന് ചിലത് അവിടെ ചെലവഴിക്കുന്ന സമയവും റിയൽ ഫ്രണ്ട്സ് ചാറ്റ്സ് ഷെയർ ഇതാണോ കൂടുതൽ? ഓൺലൈനിലാണോ കൂടുതൽ ഫ്രണ്ട്സ്? എവിടെയാ കൂടുതൽ ചാറ്റിങ്? പണ്ടൊക്കെ പറയാം ഒരാളെ കട്ടുമ്മേന്ന്, അല്ല മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് ആളെ കട്ടുമ്മേന്ന് താഴെ ഇറക്കി കിടത്തലാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ ആദ്യത്തെ ചടങ്ങ് എന്താ? കേട്ടില്ല. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിന്റെ വൈഫ് മരിച്ച സമയത്ത് മകള് സ്വാഭാവികമായിട്ടും അമ്മ മരിച്ചു ആദ്യം ചെയ്തത്, അദ്ദേഹം ഗൾഫിലായിരുന്നു, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു. ആള് പറയണത് 1.5 മണിക്കൂർ സമയം കൊണ്ട് 176 ലൈക്കും ഷെയറും കിട്ടി. അമ്മ മരിച്ചത് എന്താ? നമ്മൾ പടം ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് പോലും നോക്കില്ല. ഒരു ലൈക്ക് അടിച്ചാൽ തൃപ്തിയായി, അയച്ച ആൾക്കും തൃപ്തിയായി. സ്റ്റാറ്റസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് തല്ലുവിടുന്ന
നാത്തൂമാരൊക്കെ ഉള്ള നാടാണ്. ഇപ്പൊ എന്റെ സ്റ്റാറ്റസ് നീ ലൈക്ക് അടിച്ചില്ല അല്ലെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന നാത്തൂമാരുള്ള കാലത്തായി. പക്ഷെ 176 ലൈക്കും ഷെയറും. പക്ഷെ ആദ്യത്തെ അയൽവക്കക്കാരൻ വീട്ടിൽ വരുമ്പോഴേക്കും 1.5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. എവിടെയാ നമുക്ക് റിയൽ ഫ്രണ്ട്സ്? ആലോചിച്ച് നോക്കാം. റിയൽ ഗെയിംസ് ആണ് ഇപ്പൊ നമ്മൾ കൂടുതൽ കളിക്കുക. ഒരു കുട്ടിയെ കൗൺസിലിംഗ് വേണമെന്ന് ആള് ആകെ തടിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, മോൻ കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് കളിക്കാൻ എന്തെങ്കിലും അവസരം ചെയ്തു. അയ്യോ സാറേ കളിക്കുക, അതിനൊന്നും സമയമില്ല, 3ാം ക്ലാസ്സിലായി എന്ന് പറഞ്ഞു. 3ാം ക്ലാസ്സിലായി പിന്നെ കളിക്കാൻ പറ്റില്ല. അവസാനം ബാർഗെയിൻ 1 മണിക്കൂറെങ്കിലും കളിക്കാൻ പറ്റൂടെ? പറ്റില്ല. അരമണിക്കൂർ ശരി, ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ തോണ വരുമ്പോഴേക്കും അവൻ കുറച്ചും കൂടി ഇരുത്തം വന്നു. എന്നുവെച്ചാൽ ഇരുന്നോടത്ത് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ കളിക്കണ്ട? കളിക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങോട്ടായിട്ട് വർത്താനം കളിക്കുന്നത് എന്താ കളിക്കുന്നത്? ഫിസിക്കൽ ആക്ടിവിറ്റി, റിയൽ ഗെയിംസ് എവിടെയാണ് നമ്മൾ നടത്തുന്നത്? ഇതൊക്കെ ബാധിക്കണ്ടോ എന്ന് ആലോചിച്ചാൽ മതിയേ. ലൈഫിലെ റിയൽ ലൈഫ് കണക്ഷൻസ് ആണോ നമ്മൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണേ, മറ്റെന്തെങ്കിലുമൊക്കെയാണോ? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഫാമിലി ലൈഫ്, നമ്മളുടെ കുടുംബത്തെ കാര്യങ്ങളാണോ, സെലിബ്രിറ്റീസിന്റെ കുടുംബ കാര്യങ്ങളാണോ? ആരുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യണേ? വളരെ ബുദ്ധിജീവിയായിട്ടുള്ള ഒരാൾ, ഞാനൊരു ചാനലിലെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു കുറെ കാലം. ഒരു ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള പേരിൽ ക്യാമ്പസ് ഡിസ്കഷൻസ് ആണ്. അപ്പൊ അതിലെല്ലാം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഉത്തനേഷ്യ എന്ന് പറയുന്നത് വേണോ വേണ്ടോ, അങ്ങനെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വലിയ ചില ബുദ്ധിജീവികളൊക്കെ പോസിറ്റീവായിട്ട് എഴുതിയിരുന്നു. ചാനലിന്റെ മേധാവി എന്നെ വിളിച്ച് പറഞ്ഞു, സുരേഷ് ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. നിങ്ങൾ കാവ്യമാധവന്റെ ഡൈവേഴ്സിനെ കുറിച്ചോ മീര ജാസ്മിന്റെ പ്രേമത്തിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ റേറ്റിംഗ് ഉണ്ടാവുന്നു. ഞാൻ എന്നാ പരിപാടി നിർത്തി പോകുന്ന ഒരാളാണ്. എന്റെ വീട്ടിലെ മുത്തശ്ശന് ദയാവധം എന്നുള്ളത് അനുവദിക്കണോ വേണ്ടോ എന്നുള്ളത് ആ മേഖലയിലുള്ള എക്സ്പേർട്സ് എങ്കിലും ചർച്ച ചെയ്യുന്നതാണ് വാല്യൂ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇന്ന് അറിയപ്പെടുന്ന ബുദ്ധിജീവിയായ ചാനൽ മേധാവിക്ക് അത് തോന്നിയില്ല. മേ ബി എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആർക്ക് ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ ആ പറഞ്ഞ സിനിമാ നടി ഡൈവേഴ്സ് ചെയ്ത് പിന്നെ എനിക്ക് ആലോചന വരുന്നുള്ള പോലെ ഞാൻ അതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നതിനാ? വൈ ഷുഡ് ഐ? എന്റെ വീട്ടിലുണ്ടേ വക്കത്തെത്തി നിൽക്കുന്ന കേസുകൾ ഉണ്ടാവില്ലേ? ഡു യു നോ അബൌട്ട് ഇറ്റ്? എന്റെ വീട്ടില്, എന്റെ മക്കളുടെ കാര്യത്തില്, എന്റെ കുടുംബാംഗങ്ങളുടെ കാര്യത്തില് എന്താ അവരുടെ മനസ്സിൽ നടക്കണമെന്നുള്ളത് നമുക്കറിയാമോ? ബാക്കിയുള്ള കാര്യത്തിൽ എന്ത് ക്യൂരിയോസിറ്റി ആണെന്നല്ലേ. എവിടേക്കാണ് നമ്മളിപ്പോണ്? റിയൽ ലൈഫ് കണക്ഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? ലൈഫിലെ റിയൽ ലൈക്സും ഷെയർസും ഇമ്പോർട്ടൻ്റ് ആണോ? നമുക്ക് അതിലേക്ക് നമുക്ക് വരേണ്ടത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ഹാർമണി എന്നുള്ള വാക്കാണ് ചർച്ച ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഹാപ്പി കരിയർ ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? യെസ്. അത് മാത്രമാണോ ഇമ്പോർട്ടൻറ്റ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹാപ്പി ഫാമിലി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? ഇപ്പൊ എവിടെയാ? എൻ്റെ ഒരു കസിൻ ഉണ്ട്, അയാൾ ഒരു കൺട്രി ഹെഡാണ് ഒരു കമ്പനിയുടെ. അപ്പൊ ആളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ആളെ വിവാഹം കഴിക്കണല്ലോ. സെയിം കമ്പനിയിൽ വേറൊരു കൺട്രി ഹെഡിനെ കല്യാണം കഴിച്ച് അവർ തമ്മിൽ കുടുംബജീവിതം നടത്തുന്നത് ഇപ്പൊ എയർപോർട്ടിൽ മാത്രമാണ്. രണ്ടാളും കൂടെ ഒരു കൺട്രിയിൽ ജോലി കിട്ടാൻ പറ്റില്ലല്ലോ, കൺട്രി ഹെഡല്ലേ. രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്ന എവിടെയെങ്കിലും എയർപോർട്ടിൽ. ഹാപ്പി ലൈഫ്, ഹാപ്പി ഫാമിലി, ഹാപ്പി റിലേഷൻഷിപ്സ് ഇമ്പോർട്ടൻ്റ് ആണോ? എനിവേർ, ഇവിടെ പോലും അല്ലേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാവും. അരമണിക്കൂർ പരിചയപ്പെടാൻ വേണ്ടി മാറ്റി വെച്ചപ്പോൾ ഒരാളോട് ഒന്ന് കുശലം പറഞ്ഞ് പരിചയപ്പെടാൻ നമ്മൾ ബുദ്ധിമുട്ടിയുണ്ടാവില്ലേ? ശീലല്ലേ? മൊബൈലിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഹായ് അയക്കാം, അയാൾ തിരിച്ചൊരു ഹായ് അയക്കാം, നമ്പർ സേവ് ചെയ്യാം, ഓക്കെ കഴിയും. മുദ്രക്കെട്ടി വർത്താനം പറയട്ടെ, പരിചയപ്പെടണ്ടേ? അടുത്തുള്ളവരൊക്കെ പരിചയപ്പെട്ടോ? അവനവൻ്റെ ശരി, അവനവൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ അടുത്ത് തന്നെയാണ്. റിയൽ ലൈഫ് റിലേഷൻഷിപ്പ്, ഹാപ്പി റിലേഷൻഷിപ്സ് ഇമ്പോർട്ടൻ്റ് ആണോ? സോഷ്യൽ ലൈഫ് വേണോ? പലപ്പോഴും ഒരു മിഡിൽ ഏജിലൊക്കെ ഉള്ള ആളുകളെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് ആദ്യം സജസ്റ്റ് ചെയ്യാറ്. ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി, 2 ഹെൽത്തി സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഇത് രണ്ടും താഴേക്ക് പോകുന്തോറും ലോൺലിനെസ്സും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കാണുന്നു. ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? ഹാപ്പി റെഗുലർ ഡെയിലി റൊട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇന്നലെ വന്നു, അവളെ എപ്പോഴാ ഉറങ്ങാറ്? 7 മണി. എപ്പോഴാ എണീക്കാറ്? 7 മണി. 7 മണി എന്ന് പറയുന്നത് സ്കൂളിലുള്ള ദിവസം. സ്കൂളില്ലാത്ത ദിവസം ചിലപ്പോൾ കുറച്ച് വൈകും.
2-3 ദിവസം കൂടുമ്പോ തല കുളിക്കുന്ന കുട്ടികൾ ഉണ്ടോ ഇല്ലയോ ഇഷ്ടം പോലെ? എനിക്ക് അറിഞ്ഞൂടാ, എന്റെ സയന്റിഫിക് സൈഡിൽ ഞാൻ കാണും. ഈ മാന്തല് കണ്ടോണ്ടിരിക്കണ്ടേ നമ്മള്? 2-3 ദിവസം കൂടുമ്പോ ടോയ്ലറ്റിൽ പോകുന്ന കുട്ടികള് ഹെൽത്തി ഹാർമോണിയസ് ആയിരിക്കുമോ? ഡെയിലി റൊട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? വാട്ട് ഡു യു തിങ്ക്? ഓക്കെ, ഞാൻ അടുത്ത സ്റ്റേജിലേക്കൊന്നും പോകുന്നില്ല, ബേസിക് കാര്യങ്ങളാണ്. ഹാപ്പി അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്. ഇതിന്റെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ലോകം എന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കേണ്ട, അങ്ങനെയൊന്നുമില്ല. ഈ ലോകത്ത് ഇഫക്റ്റീവായിട്ട് ജീവിക്കാൻ പഠിക്കുക, വേറെ എന്താ? കാലം മാറുന്നു, മാറ്റങ്ങൾ ഇന്നെവിറ്റബിൾ ആണ്. നമ്മൾ പ്രിപ്പയർഡ് ആയോ? ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ഹാപ്പിനെസ് ആൻഡ് കണ്ടന്റ്മെന്റിന് വാല്യൂ ഉണ്ടോ? ബാക്കിയുള്ളവർക്ക് ഒന്നും ഇപ്പൊ ഞാനീ പറയണതൊന്നും ഇഷ്ടാവില്ല. എനിക്കിഷ്ടാവുണ്ട്, ഞാൻ ഹാപ്പിയാവും, എനിക്ക് അത്ര നോക്കിയാ വരെ. അല്ലല്ല, ഒരാളുടെ ഇരിപ്പ് കണ്ടറിയാം, അയാൾക്ക് ഇത് തീരെ പിടിച്ചിട്ടില്ല, ഇതോടുകൂടി എന്റെ മൂഡ് പോയതിന് ഞാൻ എങ്ങനെ ജീവിക്കാൻ പോണേ? നമുക്ക് തോന്നാറുണ്ടോ ബാക്കിയുള്ളവരെ ഹാപ്പി ആയില്ലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് തോന്നാറുണ്ടോ? നമ്മുടെ സകല മൂടും കളഞ്ഞു എന്ന് തോന്നാറുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇതിന് അവനവന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതിനെ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇത്തിരി സ്പീഡിൽ പോകണം എന്തുകൊണ്ടാൽ 5 ദിവസത്തെ പ്രോഗ്രാം 1 മണിക്കൂറുണ്ട്. ഇനിയിപ്പോൾ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീഓറിയന്റേഷൻ, ഡ്രോപ്പ് ദ ഫാന്റസി. സ്വപ്നത്തിൽ മാജിക് പോലെ ആരെങ്കിലും വന്ന് എൻ്റെ ജീവിതം നന്നാക്കി തരില്ല. പലപ്പോഴും പാരന്റ്സ് കുട്ടികളെ കൊണ്ട് കൗൺസിലിങ്ങിന് വരുമ്പോൾ, സാറേ ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓ സാർ ഇങ്ങനെയൊന്ന് പറയണം. ഓ പ്രശ്നവും പറഞ്ഞു സൊല്യൂഷൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കാൻ, ഇതിപ്പോൾ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോട്ടെ. അല്ല സാറേ, ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരല്ലേ, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും അതിക്രമം ചെയ്ത് അത് ശരി. അപ്പൊ താൻ പറഞ്ഞ പ്രശ്നവും താൻ പറഞ്ഞ സൊല്യൂഷനും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ കുട്ടി എന്തെങ്കിലും ചെയ്ത് ആര് സമാധാനം പറയണം? പ്രോബ്ലം അനാലിസിസ് റോങ് ആണ്, സൊല്യൂഷൻ എങ്ങനെ കറക്റ്റ് ആവാം? ഡ്രോപ്പ് ദ ഫാന്റസി. റിയൽ ലൈഫില് ഇഫ് യു ഹാവ് ടു സെലിബ്രേറ്റ് ലൈഫ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. മറ്റാരും എനിക്ക് വേണ്ടി അത് ചെയ്തു തരില്ല എന്ന് എനിക്ക് ബോധ്യം ഉണ്ട്. ഞാൻ ആത്മ തുടങ്ങുന്ന സമയത്ത് പലവട്ടം ആലോചിച്ചിരുന്നു. ആദ്യം ഞാൻ എടുത്ത തീരുമാനം എന്തായിരിക്കുന്ന ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഓരോ മനസ്സിലാലോചിച്ചോളൂ, ഞാൻ പറയാം. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മാനം എന്തെങ്കിലും സംഘടിപ്പിക്കാം. മനസ്സിൽ കണ്ടോ എന്തായിരിക്കും ആദ്യത്തെ എൻ്റെ റെസൊല്യൂഷൻ? എന്നെ ആത്മയെന്ന് പുറത്താക്കിയ ഹാപ്പി ആയിട്ട് പോകണമെന്ന് ഞാൻ ആലോചിച്ചത്. ഞാനത് തുടങ്ങണത് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങണോ വേണ്ടെന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എടുത്ത തീരുമാനം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ ഞാൻ ഹാപ്പി ആയിട്ട് പോവോ ഇല്ലയോ? പോകുന്ന ഉറപ്പ് കിട്ടിയതിന് ശേഷമേ ഞാനത് തുടങ്ങിയുള്ളൂ. അത്രയുള്ളൂ ഈ ലോകം. ആലോചിച്ച് നോക്കൂ. അതിൽ കൂടുതൽ നമ്മൾ ആരുടെ അടുത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കണേ? വെദർ ഇറ്റ് ഈസ് എൻ ഓഫീസ്, വെദർ ഇറ്റ് ഈസ് സോഷ്യൽ വർക്ക്, വെദർ ഇറ്റ് ഈസ് ഫാമിലി, സംടൈംസ് ദാറ്റ് ഓൾസോ ഹാപ്പൻ. മൈ ഹാപ്പിനെസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. അതിൽ കൂടുതൽ ഈ ലോകത്തിന് നമ്മളെ ആവശ്യമില്ല. ഡിഗ്രി കേൾക്കാൻ സുഖമില്ലെങ്കിലും ലോകം എന്നെ പൊന്നുപോലെ നോക്കണമെന്നില്ല. ഞാൻ എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് റെസ്പോൺസ് ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരും. അല്ലാതെ ലോകത്തിന് എന്നോട് പ്രത്യേകിച്ച് ഒരു ബാധ്യതയും ഇല്ല. ഡീകണ്ടീഷൻ യുവർ മൈൻഡ്. എന്താ? കുറെ പഴയ വിശ്വാസങ്ങൾ, അത് ചിലപ്പോൾ ഒന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഫ്രഷ് ആയിട്ടൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം. സ്വാർത്ഥതയാണോ ഉത്തരവാദിത്തമാണോ? തർക്കമുള്ള ആൾക്കാരുണ്ടാവും. കല്യാണം കഴിഞ്ഞ ഭാര്യ 7:30 അവർക്ക് വിശന്ന് തുടങ്ങി. ഉടനെ വിളിച്ചു, ചന്ദ്രേട്ട എവിടെയാ? ചന്ദ്രേട്ടൻ പറഞ്ഞ ഞാൻ ഇപ്പോൾ വരാം. 7:45 വിശപ്പ് ഇത്രയും കൂടെ കൂടി. ചന്ദ്രേട്ട എവിടെയാ? ഞാൻ വരാന്നേ, ഞാൻ ഒരു 8 മണിയാകുമ്പോഴേക്കും എത്താം. 8 മണിയായപ്പോ ചന്ദ്രേട്ട എവിടെയാ? 8 മണിയായല്ലോ, കാണാനില്ലല്ലോ. ഞാനിപ്പോ വരാന്നല്ലേ പറഞ്ഞ. ആളുടെ ടോൺ മാറി തുടങ്ങി. 8:15 ചന്ദ്രേട്ടൻ വരുന്നുണ്ടാ? ചന്ദ്രേട്ടൻ പിന്നെ വരാണ്ട് ഞാൻ വേറെ കെട്ടിയോളുണ്ടായിരിക്കും. 8:30 സംഗതി മൂത്തു. 9 മണിക്ക് കയറി വരുമ്പോഴേക്കും എന്തായിരിക്കും അവിടുത്തെ ഇരിപ്പ് വശം? എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യൻ എവിടെ പോയാലും കുടുംബത്തിരുന്ന് തൊഴിലും തരില്ല. ഇവിടെയോ തൊഴിലില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തൊഴിലാണല്ലോ. നിങ്ങൾ വന്ന് കയറി തുടങ്ങി ഹാപ്പി. 2 ആള് ഫുഡ് അടച്ചു വെച്ച് കിടന്നുറങ്ങി. ശരിക്കും ചന്ദ്രേട്ടനും ചേച്ചിയാണോ പ്രശ്നക്കാരി? വിശപ്പാണോ പ്രശ്നക്കാരി?
ഈ ചന്ദ്രേട്ടൻ പറഞ്ഞ ലേശം ഭക്ഷണം കഴിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട്. ലേശം കഴിച്ചിട്ട് പിന്നെ ചന്ദ്രേട്ടൻ ഇപ്പം ഇത്രയും കൂടെ കഴിച്ചോളൂ. അതിന് പകരം എന്റെ വിശപ്പിന് ചന്ദ്രേട്ടനാണ് ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോ പരിചയമുള്ളവരോ ആരുടെ ഉദാഹരണം അല്ല പറയുന്നത്. ഇതൊക്കെ ഇടുക്കി ജില്ലയിൽ നടന്ന ഉദാഹരണങ്ങളാണ്. ആലോചിച്ച് നോക്കൂ. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ല എന്നുള്ള വിശ്വാസം കളയാം. ഒപ്പം നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവണേ നമ്മൾ ആലോചിക്കാം. നമ്മൾ പലരോടും ചോദിക്കാറ് നീ ഇപ്പൊ എന്തിനാ ചൂടാവണേ ചോദിച്ചില്ലേ? നിനക്കിപ്പോ ഇതിനെന്തിനാ സങ്കടം വരണേ ചോദിച്ചില്ലേ? ഇത് അവനവനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ എന്തിനാ ചൂടാവണേ? ഭയങ്കര കോമഡി ആയിരിക്കും പിന്നത്തെ ആൻസർ. ഞാൻ ഇപ്പൊ ഒരാളോട് ചൂടാവുമ്പോ അയാൾ എന്തിനാ ചൂടാവണമെന്ന് ചോദിക്കണതിന് പകരം ഞാൻ എന്തിനാ ചൂടാവണമെന്ന് ചോദിച്ചാൽ ഇതിലും വലിയ കോമഡി ഇല്ല. നീ വിരലി വേണ്ടി വർത്താനം പറയരുത് കേട്ടോ എന്ന് പറയുമ്പോ എന്റെ വിരൽ എങ്ങനെയാന്ന് ആലോചിക്കുമ്പോ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. എന്താണ്ടേ ഒരു അവയർനെസ് ലേശം കൂടിയാൽ സിറ്റുവേഷൻ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള കുറെ സാധ്യതകളുണ്ട്. ആൻഡ് ഡെയർ ടു മേക്ക് കോൺഷ്യസ് ചോയ്സസ്. സാധ്യതയുണ്ടോ? നമുക്ക് ചോയ്സ് എടുക്കാൻ പറ്റുമോ? ചിലപ്പോ പറ്റുമോ? ആ ചിലപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ചിലപ്പോന് ഒരേ യൂണിറ്റ് വാല്യൂ ആയിരിക്കുമോ? വ്യത്യാസം ഉണ്ടാവോ? അപ്പൊ വ്യത്യാസപ്പെടുത്തിക്കൂടെ? ചിലപ്പോ പറ്റും എന്ന് പറയണമെങ്കിൽ ആ ചിലപ്പോ എന്ന് പറയണതിന് എല്ലാവരും കൊടുക്കുന്ന യൂണിറ്റ് വാല്യൂ സെയിം ആയിരിക്കുമോ? അല്ലാന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ആലോചിക്കാം. ആൻഡ് ഡയറക്റ്റ് ഓൺ ആക്ഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. നമ്മളെ നിയന്ത്രിക്കുന്നതിനെ പറ്റി പലപ്പോഴും ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വാട്ട് ഇസ് ലൈഫ്? വേദാന്ത ചോദ്യമല്ല ഞാൻ പറയുന്നുണ്ടോ, വെറുതെ നമുക്ക് ചോദിക്കാലോ. വാട്ട് ഡു ഐ വാണ്ട് ഇൻ ലൈഫ്? ഇത് രണ്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? മോശമാണോ ചോദിക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടേ പറയ്, നിനക്കിപ്പോ എന്താ വേണ്ടേ? ആസ് ഇഫ് ഐ എം ഗോഡ്. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. എനിക്കിപ്പോ എന്താ വേണ്ടെന്ന് അറിയാത്ത ആളാണ് നിനക്കിപ്പോ എന്താ വേണ്ട ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയണേ. എങ്ങനെ ശരിയാക്കണേ? അതിന് ലൈഫിനെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ ഫിലോസഫി ഓഫ് ലൈഫ് ഓൾവേസ് ഹെൽപ്പ്. കാരണം അതിന്റെ മാനദണ്ഡത്തിൽ നോക്കുന്ന സമയത്ത് പല ചെറിയ ചെറിയ കാര്യങ്ങളും ഒന്നുമില്ല ഉണ്ടാവും. നല്ലൊരു ലൈറ്റ് ഇടണ വലിയ ഫിലോസഫി ഉണ്ടെങ്കിൽ ആ ലൈറ്റിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, വിരോധമില്ല. വാട്ട് ഡു ഐ വാണ്ട് ഇൻ ലൈഫ്? ഇമ്പോർട്ടൻറ്റ് ചോദ്യം. വേദാന്തത്തിൽ പറയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഹൂ ആം ഐ എന്നാണ്. ഞാൻ ആരാണ്? രമണ മഹർഷിയൊക്കെ നാൻ യാർ എന്നൊക്കെ ചോദിക്കുക. അതൊരു യൂണിവേഴ്സൽ ഇൻസ്പയറിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കണക്കാക്കുക വേദാന്തം പഠിക്കാനായിട്ട്. ലിവിങ് ഇൻ ഹാർമണിയിൽ ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹൂ ആം ഐ എന്നുള്ള ചോദ്യം അവിടെ ഇരിക്കട്ടെ. ഹൗ ആം ഐ എന്നുള്ളത് ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം മറ്റേ യൂണിവേഴ്സൽ ട്രൂത്താണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു സംഭവമാണെന്നേ. എന്നിട്ട് ആ സംഭവം ഇപ്പൊ എങ്ങനെയാന്നുള്ളതല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബ്രഹ്മയായിരിക്കും, ഞാൻ ചിലപ്പോൾ സത്യമായിരിക്കും, ഞാൻ ചിലപ്പോൾ ഈശ്വരനായിരിക്കും. സമ്മതിക്കണ്ട. ആ ഈശ്വരൻ ഇപ്പൊ എങ്ങനെയാ ഡീലിങ്സ്? അതിനോടല്ലേ അപ്പുറത്തെ ഈശ്വരൻ റെസ്പോണ്ട് ചെയ്യണേ. മനസ്സിലായോ? വേദാന്തം ടോക്ക് കേട്ടിട്ടുള്ളവർക്ക് വേഗം മനസ്സിലാവും. അവർ പറയല്ലേ അഹം ബ്രഹ്മോസ്മി എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. തത്വമസി എന്ന് തിരിച്ചറിയണം, അത് നീയാകും. ഇതൊക്കെ തിരിച്ചറിഞ്ഞു. ശരി, എന്നിട്ട് ഇപ്പോ ഇങ്ങനെ ഡീലിങ്സ് എങ്ങനെയാ? അതിനനുസരിച്ചാണ് അപ്പുറത്തെ ആളെ റെസ്പോണ്ട് ചെയ്യണേ. അതിനനുസരിച്ചാണ് എൻ്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ നിലവാരം. ഹൗ ആം ഐ ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന് ധാരാളം ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ ആവശ്യത്തിലേക്ക് ഇതെടുത്താലോ നമുക്ക്? ലൈഫ് ഇസ് ലൈക്ക് എ ഗെയിം. തൽക്കാലത്തേക്ക് തർക്കമുള്ളവർക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവസരം തരാം. എന്നാലും തൽക്കാലത്തേക്ക് അതെടുത്ത് മുന്നോട്ട് പോട്ടെ. ഗെയിമാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? അത് യുദ്ധമല്ല. യുദ്ധം മറ്റേയാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ, ഗെയിമോ ജയിക്കാൻ വേണ്ടിയിട്ടാ. ഇനി ജയിച്ചില്ലെങ്കിലും ഗെയിമിൽ സന്തോഷമുണ്ടോ? തോറ്റാലും ജയിച്ചാലും യുദ്ധത്തിൽ സന്തോഷമുണ്ടോ? ഇത് വലിയൊരു വ്യത്യാസമാണ്. പിന്നെ ഗെയിമിന്റെ ഒരു കണ്ടീഷൻ എന്താ? രണ്ടാളുണ്ടാവും, രണ്ട് ടീം ഉണ്ടാവും.
അപ്പുറത്തൊരു ടീം, ഇപ്പുറത്തൊരു ടീം. ഇപ്പൊ കളിക്കുന്ന മൊബൈൽ ഗെയിമിനെ കുറിച്ചല്ല ഞാൻ പറയണേ. ബാക്കിയുള്ള ഗെയിമിലൊക്കെ രണ്ടാളുണ്ടാവും. ഇവിടെ ആരൊക്കെ? ഒന്ന് ഞാനും അപ്പുറത്ത് ലോകവും. എന്നുവെച്ചാൽ എന്റെ ടീമിൽ ആരുണ്ടാവും? ഗുഡ് ന്യൂസ്, വേറെ ആരും ഉണ്ടാവില്ല. ലോകത്തിലോ എല്ലാവരും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ ഞാൻ കളിക്കുക? അനദർ ഗുഡ് ന്യൂസ്, രണ്ടുപേർക്കും ഈക്വൽ സ്ട്രെങ്ത് ആണ്. എനിക്കിപ്പോ നിങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് എല്ലാരെയും വെടിവെച്ച് കൊല്ലണമെന്നുണ്ടോ? ഞാൻ കണ്ണടച്ചാ പോരെ? നിങ്ങളിപ്പോ എല്ലാവരും കൂടെ എഴുന്നേറ്റ് ഒന്ന് നിർത്തണോ എന്ന് പറഞ്ഞ കുറെ തെറി വിളിച്ചു വിചാരിക്കുക. ഞാൻ ചെവി ഒത്തിയാലും എനിക്കത് കേൾക്കാണ്ടിരുന്നൂടെ? പിന്നെ അത് എന്നെ സംബന്ധിച്ച് എക്സിസ്റ്റ് ചെയ്യണ്ടോ? ഇന്നിറങ്ങാൻ പോകുമ്പോ എന്റെ അഹങ്കാരവും എന്റെ സ്വത്തുക്കളും എന്റെ മുതലും എന്റെ ഫാമിലിയും എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോണേ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ശരിക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അടുപ്പുള്ള ആൾക്കാരാന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാരായിരിക്കും? കീപ്പറായിരിക്കും. അയാളല്ലേ നമ്മുടെ കാലം ഒന്നനങ്ങിയാൽ നമ്മളെ ഔട്ടാക്കുന്ന ആള്. ഫാമിലിയാണ് ഇതുപോലെയാ. റോട്ടിൽ കിടക്കുന്ന വലിയ കല്ലല്ല നമ്മളെ വിഷമിക്കണേ, കണ്ണിൽ പോയ ഒരു ചെറിയ കരടായിരിക്കും വിഷമിക്കണം. പക്ഷെ നമ്മളെ ഏറ്റവും കാഷ്വലായിട്ട് പെരുമാറുന്നത് ആരോടാ? അടുപ്പുള്ള ആൾക്കാരോടാണോ അടുപ്പില്ലാത്ത ആൾക്കാരോടാണോ? ഇവിടെ വിവാഹം കഴിഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ. അല്ല, അങ്ങനെയല്ലേ കൂടുതൽ. ഒന്ന് കൈബന്ധിക്കോ? ഓ എന്തൊരു, ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ എന്നുള്ള പോലെ ഒന്നും വേണ്ട, സന്തോഷമായിട്ട് കൈബന്ധിക്കോ. സത്യം പറഞ്ഞാൽ മതി. പുരുഷന്മാരാണോ സ്ത്രീകളാണോ സത്യത്തിൽ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ആരോട് ചോദിക്കാം? ആരോട് ചോദിക്കണ്ടേ? സ്ത്രീകളോട് ചോദിക്കല്ലേ? അവരല്ലേ സത്യം പറയാം. വത്സൽ ടീച്ചർ ആ ടീമാണ്. ശരിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഭർത്താവിനോടാണോ മറ്റു പുരുഷന്മാരോടാണോ വളരെ സോഫ്റ്റ് ആയിട്ടും പ്ലസന്റ് ആയിട്ടും കെയർഫുൾ ആയിട്ടൊക്കെ പെരുമാറുക? ആരോടായിരിക്കും? ഭർത്താവിനോടായിരിക്കും. ആരുടെയാണെന്നുള്ള ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, പലപ്പോഴും നമ്മൾ ഭയങ്കര കാഷ്വൽ. നമ്മൾ വഴിയിൽ വെച്ച ഒരാളെ കൂട്ടിമുട്ടും, നടന്നു പോകുന്ന സമയത്ത് കൂട്ടിമുട്ടും. അല്ലെ, ഓ സോറി സോറി സോറി, ഒന്നും പറ്റിയില്ലോ. യെസ്. നമ്മൾ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് മോൻ കർട്ടന്റെ അവിടെ നിൽക്കണു, അതിന്റെ മേത്തടിക്കണു, അയ്യോ സോറി സോറി പറയോ? എന്താ പറയാൻ വേണേ? എന്താ പറയാൻ വേണേ? അതാണ് ലൈഫ്. ഭർത്താവ് ചിലപ്പോ വരുമ്പോ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ വേണോ? വേറൊരാൾ വരുന്ന സമയത്ത് എനിക്കിട്ടാ ചായ, മധുരാവാലല്ലേ, വേണോ? അറിയാതെ നമ്മൾ എങ്ങനെയായി പോണതാ. ഒരു ദുരുദ്ദേശമില്ല. നമ്മൾ തമ്മിൽ നല്ല സ്നേഹം തന്നെ പറയും. സ്നേഹക്കുറവില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതിൽ എങ്ങനെ പെരുമാറുന്നത് നമുക്ക് ഇഷ്ടം കൂടി പറഞ്ഞാൽ ബാക്കിയായി. എങ്ങനെ പെരുമാറുന്നതാ ഏറ്റവും ഹർട്ടാവുന്ന എപ്പോഴായിരിക്കും? വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, നീ എന്നോട് അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ, ഇത് നമുക്ക് അവിടെ വയ്ക്കാം. ഓരോ വിഷയം അവിടെ പറഞ്ഞിട്ട് നമുക്ക് ഹാർമണിന്റെ എസൻസ് മാത്രമേ ഇന്ന് പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കളിയിൽ നമ്മൾ ക്രിക്കറ്റിലാണെങ്കിൽ ഇപ്പൊ ബോളിങ്ങും ബാറ്റിങ്ങും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെയുണ്ട് ബോളിങ്ങും ബാറ്റിങ്ങും. നമ്മൾ ഈ ജീവിതത്തിന് ലക്ഷ്യമായിട്ട് തീരുമാനിക്കണം എന്താ? അല്ലേ? സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പറയാം. സംസ്കൃതത്തിലോ വേദാന്തത്തിലോ പറയുമ്പോൾ സുഖപ്രാപ്തി ദുഃഖ നിവൃത്തി എന്നൊക്കെ പറയും. അത്രയും നമ്മൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നമുക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നല്ലേ നമ്മൾ പറയണേ. അതിൽ ഈ സുഖത്തിനെയും സൗകര്യത്തിനെയും നമ്മൾ രണ്ടായിട്ട് തിരിച്ചാൽ ഓർമ്മ വെച്ചോളൂ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയാം. എക്സ്പീരിയൻസ് ഇസ് വാട്ട് ഐ ഗെറ്റ്, റെസ്പോൺസ് ഇസ് വാട്ട് ഐ പ്രൊഡ്യൂസ്. സൗകര്യം എനിക്ക് കിട്ടുന്നതാണ്, സുഖം എൻ്റെ മനസ്സിന്റെ പ്രതികരണമാണ്. എഗ്രി ഉണ്ടോ? ഓ തണുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റുമെന്ന് ഒരാള്, അടുത്ത ആള് ഒരേ AC. എന്താ വ്യത്യാസം? എക്സ്പീരിയൻസ് ഇസ് ദ സെയിം, റെസ്പോൺസ് ക്യാൻ ബി. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഭക്ഷണത്തിന് മുമ്പ് ആ ഇതാ ഹായ് ഇതാ ഒരേ സാധനം പാത്രത്തിൽ വെച്ചാലും ആയിക്കോട്ടെ ഇല്ലേ? ഒരു 3 അക്ഷരത്തിൽ ചുവന്ന കളറിൽ 3 അക്ഷരം എഴുതിയ ഒരു ബോർഡ് റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെ നോക്കിയാലും ഇതന്നെ, എവിടെ 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 അപ്പുറത്തിരിക്കുന്ന ആള്. യെസ് ഓർ നോ?
ഇപ്പൊ എന്താന്ന് തന്നെ മനസ്സിലായില്ല, പോട്ടെ, സാരല്ല, അവർക്ക് പറ്റില്ല. എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസ് ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ ജീവിതവും. അത് വേദാന്തത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താ? സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവ പ്രവർത്തയ. ജീവിതത്തിലെ ഓരോ മൂമെന്റ്സും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ആവശ്യത്തിന് നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് ലൈഫ് എന്നുള്ള ചോദ്യം ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ഇക്വേഷൻ ബേസിൽ പഠിക്കുന്ന കാരണം ലൈഫ് ഈസ് ഈക്വൽ ടു എക്സ്പീരിയൻസസ് പ്ലസ് റെസ്പോൺസസ്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കിക്കോളൂ, സമയം ഉണ്ടാവും, വേണമെങ്കിൽ പിന്നീട് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇഫ് എൽ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ആർ, എൽ ക്യു എന്തായിരിക്കും? ലൈഫിന്റെ ക്വാളിറ്റി എന്തായിരിക്കും? സം ടോട്ടൽ ഓഫ് ക്വാളിറ്റി ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് റെസ്പോൺസസ്. സംടൈംസ് ഈ ചിലപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ there is a choice between E and R. Do you agree? ഒന്നുകിൽ agree എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ പിന്നെ 3 ഓപ്ഷൻ. എഗ്രി ഉണ്ടോ? ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഒരാൾക്ക് ദേഷ്യം വന്നു, ഒന്ന് നിർത്തറോ, കുറെ നേരമായല്ലോ കോരങ്ങൻ എന്ന് പറഞ്ഞാൽ അതെന്റെ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. പ്രഭാഷണത്തിന് പോയിട്ടൊരു നല്ല എക്സ്പീരിയൻസ്. ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ക്യാൻ യു പ്രഡിക്റ്റ്? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ദേഷ്യം വരുമോ? വരുമോ? സങ്കടം വരുമോ? എന്താ വരില്ല എന്നെന്താ, ഞാൻ മനുഷ്യനല്ലേ, വേണമെങ്കിൽ വരാലോ. എന്തൊക്കെ വരാം? ഇതൊക്കെ വന്നൂടെ? ചിലപ്പോ എനിക്ക് മൈക്ക് വിട്ടിട്ട് അങ്ങോട്ട് ചെല്ലാം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് ചോദിക്കാതെ എന്ത് പരിപാടി ഇതിനാണ് എന്നെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചൂടെ? ഇവിടെ ഏതുകൊണ്ട് അതും ചോദിക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അയാളോട് കെട്ടോട്ട് അടിച്ചൂടെ? ചോദിച്ചൂടെ? ഒരാളുടെ ആരോ അയാളുടെ അച്ഛനെ ചീത്ത വിളിച്ചു, നമ്മുടെ നാട്ടിൻപുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിച്ചു. അപ്പൊ ഇയാൾ കൂളായിട്ടിരിക്കുക. അയാളോട് ചോദിച്ചു എന്തോ, അയാൾ എന്നൊന്നും പറഞ്ഞില്ല, പിന്നെ എനിക്കെന്താണ്? ശരിയാണല്ലോ. പക്ഷെ സാധാരണക്കാരന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്താ? എടാന്ന് വിളിച്ചാ പോടാന്നല്ലാണ്ട് പിന്നെ എന്താ? എന്തുകൊണ്ട് പറഞ്ഞൂടെ? പൈനാപ്പിൾ എന്ന് പറഞ്ഞൂടെ? ബൈസിക്കിൾ എന്ന് പറഞ്ഞൂടെ? ഇടിയപ്പം എന്ന് പറഞ്ഞൂടെ? അയാൾ എടാന്ന് വിളിച്ചാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എപ്പോ പറയാൻ പറ്റും? അയാളുടെ ചൂണ്ടയമ നമ്മൾ കൊത്തിയില്ലെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഭാഗ്യവശാൽ നമ്മളൊക്കെ ചൂണ്ടയിൽ കൊത്തുന്നതിന്റെ എക്സ്പേർട്സ് ആണ് എന്ന് അറിയുന്നില്ല. അപ്പൊ എന്തുണ്ടാവാം? ഈ ചോയ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇതും ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഭഗവത്ഗീതയിൽ പറയണു കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്ചതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്ചതേ. അനുഭവങ്ങൾക്ക് കാരണമാകുന്നത് പ്രകൃതി, പ്രതികരണത്തിന് സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ വ്യക്തി. ഇതെപ്പോഴെങ്കിലും എത്രയോ കാലമായിട്ട് എത്രയോ ആചാര്യന്മാരിങ്ങനെ പറയുണ്ടാവും. ഇത് അപ്ലൈ ചെയ്യാനുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആചാര്യന്മാർ പോലും ഓർക്കാറില്ല, പിന്നെയാണ് കേൾക്കുന്ന ആൾക്കാർ. നമ്മുടെ റെസ്പോൺസിന്റെ കാര്യത്തിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ്പീരിയൻസിന്റെ വാല്യൂ കൂട്ടാം, അല്ലെങ്കിൽ റെസ്പോൺസിന്റെ വാല്യൂ കൂട്ടാം. രണ്ടായാലും ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ വാല്യൂയിൽ വ്യത്യാസം വരും. നമ്മൾ ഏത് കൂട്ടാനാ കൂടുതൽ പരിശ്രമിക്കുന്നത്? എക്സ്പീരിയൻസിന്റെ. അതിങ്ങനെ മാറി മാറി വരും. നമ്മൾ പലതരത്തിലുള്ള ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കും. സ്കിൻ ഡിസീസ് എന്താ? ഭർത്താവിനോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അങ്ങേരോടൊരു വെറുപ്പ് ഡെവലപ്പ് ചെയ്യണോ? അദ്ദേഹത്തിനെ അടുപ്പിക്കാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല ഡിസീസ് എന്താ? മനസ്സിലാവുണ്ടോ? സ്കിൻ ഡിസീസ്. ധാരാളം ട്രീറ്റ്മെന്റ്സ്. ഇതിനെ റീഡിഫൈൻ ചെയ്യുന്ന സമയത്ത് സ്കിൻ ഡിസീസ് കാണാൻ ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നതിൽ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കരുത്. വാല്യൂബിൾ ആണ് നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ബിലീഫ്സ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വാല്യൂബിൾ ആണ്. ഇത് നമ്മൾ തിരിച്ചറിയണില്ല. നമ്മളുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. ഓടിച്ച് പറയുകയാണെങ്കിൽ
റിയൽ ആൻഡ് അൺറിയൽ. പണ്ടത്തെ ഡിസ്ക്രിമിനേഷൻ ആണോ, വേദാന്തത്തിലെ ഡിസ്ക്രിമിനേഷനാണ്. ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പെർമനന്റ് ആൻഡ് നിത്യാനിത്യ വസ്തു വിവേകം എന്നൊക്കെ പറയുന്ന വിവേകങ്ങളുണ്ട്. ഹോൾ ആൻഡ് പാർട്ട്, അംശ അംശി വിവേകം, മീൻസ് ആൻഡ് ഗോൾ, സാധന സാധ്യ വിവേകം, പ്ലസന്റ് ആൻഡ് ഗുഡ്, ശ്രേയ പ്രേയ വിവേകം, സിയർ ആൻഡ് സീൻ, ദൃശ്യ വിവേകം. ഇങ്ങനെ കുറെ വിവേകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്നോട്ടെ, അപ്ലിക്കേഷനിൽ വരുന്ന സമയത്തോ നമുക്കുണ്ടോന്ന് നോക്കിയാൽ മതി. ക്യാൻ ബി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ റോൾ ആൻഡ് ദ പേഴ്സൺ. അച്ഛൻ എന്ന് പറയുന്നത് റോളാണോ വ്യക്തിയാണോ നിങ്ങളുടെ അഭിപ്രായത്തില്? ഡോക്ടർ എന്ന് പറയുന്നത് റോളാണോ വ്യക്തിയാണോ? ഭർത്താവ് എന്ന് പറയുന്നത് വ്യക്തിയാണോ റോളാണോ? ഓഫീസർ എന്ന് പറയുന്നത് റോളാണോ വ്യക്തിയാണോ? ഇങ്ങനെ കുറെ റോളുകൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി എവിടെയാ? അത് തന്നെയാ സാറേ ഞാനും ഇരിക്കുന്നത്, കുറെ കാലമായി അങ്ങേരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്താ നിങ്ങൾക്ക് വേണ്ടേ? മധ്യവയസ്സിലൊക്കെ എത്തുന്ന ധാരാളം ആളുകൾ കൗൺസിലിങ്ങിന് വരുന്ന സമയത്തേക്ക് എന്താ ഇഷ്ടം എന്നൊന്ന് പറയോ? പാർവതി ഇവിടെ ഉണ്ട്. പാർവതിയുടെ ഒരു ഫ്രണ്ട് ഒരിക്കൽ വന്ന സമയത്ത്, ഷി വാസ് എ ഡോക്ടർ, ഇൻട്രസ്റ്റിംഗ്ലി തടിച്ചാകെ ഒന്നിലും ശ്രദ്ധയില്ലാണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. സമ്പാദിക്കുന്നതൊക്കെ വീട്ടുകാർ തന്നെയാണ്, പൈസ മേടിച്ചുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല ആ പെൺകുട്ടി. അവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതേ ചോദ്യം അവരോട് ഒന്ന് ചോദിച്ചു. 2 മണിക്കൂർ പരിചയമായി അടുപ്പായതിനു ശേഷം ചോദിച്ചു, ഇയാൾക്ക് എന്താ ഇഷ്ടമുള്ളേ? സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മറന്നിരിക്കുന്നു, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് ഇന്ന ഫ്ലേവർ ഉള്ള ഐസ്ക്രീം ഇഷ്ടമാണ്. നമ്മൾ കൗൺസിലിംഗ് നിർത്തിയിട്ട് പോയിട്ട് അത് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അടുത്ത തവണ എൻട്രൻസ് എഴുതിയിട്ട് PGക്ക് അഡ്മിഷൻ മേടിക്കണു. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ഇരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് കണക്കുണ്ടാക്കി, ഇത്ര വരുമാനമുണ്ട്, അതിൽ ഇത്ര അച്ഛനും ചേട്ടനും കൊടുക്കുള്ളൂ, ബാക്കി എൻ്റെ കാര്യത്തിൽ മാറ്റിവെക്കി, ഇതൊക്കെ തീരുമാനം എടുത്തു. ആൾ മുന്നോട്ട് പോയി അടുത്തതിന് PGക്ക് എൻട്രൻസ് അഡ്മിഷൻ മേടിച്ചു. PGക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. സ്വന്തം വിവാഹത്തിന്റെ ഉത്തരവാദിത്വം പോലും എടുത്ത് ആ കുട്ടി അത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം. എവിടെയാ മാറ്റം ഉണ്ടായത്? എനിക്കും ഇഷ്ടമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. നമ്മൾ വിചാരിക്കണേ ഇത്രയും കാലമായിട്ട് എൻ്റെ ഇഷ്ടം നോക്കാൻ ഇവിടെ ആരുമില്ല. സാധാരണ കേൾക്കുന്ന ഒരു പല്ലവിയാണ്, നിങ്ങൾ നോക്കിക്കൂടെ? അത് ശരി, നമ്മൾ എന്നെ നോക്കിയിട്ട് ഇപ്പൊ എന്താ കാര്യം? അത് ശരി, എൻ്റെ ഇവിടെ ഒരു കൊതു വന്ന് കടിക്കണു, ആരെങ്കിലും വന്ന് അത് പറത്തി കളയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എത്ര കാലം ഇരിക്കും? ഇത് പറയുമ്പോൾ ലളിതമായ ജീവിതത്തിൽ നമ്മൾ പോലും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ മറക്കുന്ന കാര്യങ്ങളാണെന്ന് പറയാം. എൻ്റെ ഇഷ്ടം, എൻ്റെ സന്തോഷം, എൻ്റെ ഉത്തരവാദിത്വം, അത് അഹങ്കാരമോ സ്വാർത്ഥതയോ അല്ല. എന്നാ എന്താ ഗുണം? മറ്റേ ആൾക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടും, ഹാപ്പി ആയിട്ടുള്ളൊരു മകനെ കിട്ടും, ഹാപ്പി ആയിട്ടുള്ളൊരു അച്ഛനെ കിട്ടും, ഹാപ്പി ആയിട്ടുള്ളൊരു അമ്മയെ കിട്ടും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ആരെ കിട്ടണേ? ആലോചിച്ച് നോക്കൂ. ഞാൻ സന്തോഷത്തോടു കൂടി എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ സന്തോഷവും കൊണ്ടാ ചെല്ലുന്നത്. ഞാൻ അസംതൃപ്തനായിട്ടാ ചെല്ലുന്നെന്നുണ്ടെങ്കിലോ എൻ്റെ അസംതൃപ്തിയാണ് പുറത്തേക്ക് വരിക. ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ശ്രദ്ധിക്കണ്ടേ? ഇങ്ങനെ കുറെ ഡിസ്ക്രിമിനേഷൻസ് പുതിയ കാലത്ത്. ഫാക്ട് ആൻഡ് പ്രോബ്ലം. ഡിസ്ക്രിമിനേറ്റ് ചെയ്യണോ വേണ്ടയോ? പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളതാണ് അല്ലേ? പക്ഷെ ചില ഫാക്ട്സ് ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഫാക്ട്സിനെ പ്രോബ്ലമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കും, പ്രോബ്ലത്തിനെ ഫാക്റ്റായിട്ട് തലയിൽ കൊണ്ടെടുക്കുകയും ചെയ്യും. പറ്റില്ല. റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ്. ഡിസ്ക്രിമിനേഷൻ വേണോ വേണ്ടയോ? റിയാക്ഷൻ എങ്ങനെ? അതർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. റെസ്പോൺസിലോ ഫ്രീ റെസ്പോൺസ് ആണ്. ചിന്തിക്കാറില്ല? ഇടയ്ക്കൊന്ന് ചിന്തിച്ചൂടെ? ആലോചിച്ച് നോക്കാം. എക്സ്പീരിയൻസ് ആൻഡ് ഇമ്പാക്ട്. പാസ്റ്റ് ഞാൻ മറക്കില്ല. എന്ത്? ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുടുംബത്തേക്ക് കയറി വരുമ്പോഴേ അന്നുണ്ടായതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പൊ എത്ര കൊല്ലായി? 27 കൊല്ലായി. വേറെ എന്തെങ്കിലും? അത് നല്ലതൊന്നും ഓർമ്മയില്ല. മരിച്ചാലും ആ പറഞ്ഞ വാക്ക് ഞാൻ മറക്കില്ല. എന്തെങ്കിലും നല്ലത് ഓർമ്മ വെച്ചൂടെ? പോണ വഴിക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ. മരിച്ചാലും ഇതുകൊണ്ടാണ് എന്താ കാര്യം? ഇല്ല, അങ്ങേര് പറഞ്ഞതോ മറക്കൂല. അങ്ങേര് മരിച്ചിട്ട് 14 കൊല്ലായി. ഇതിപ്പോ ഓർമ്മ വയ്ക്കുന്നുണ്ട്. അങ്ങേരാണോ സഫർ ചെയ്യണം, ഞാനാണോ സഫർ ചെയ്യണേ? എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ മറക്കുക പൊറുക്കുക എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് അഡ്വൈസ് രൂപത്തിൽ പറയും. ഞാൻ തിരിച്ചാ പറയണേ, അതുകൊണ്ടുള്ള പ്രയോജനം എനിക്കാണേ. എന്നോട് ഒരാൾ ചെയ്തൊരു ദ്രോഹം ഞാൻ മറക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അയാളെ ശത്രു എന്നുള്ള നിലയ്ക്ക്
പരിപോഷിപ്പിച്ച് എൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട കാര്യമുണ്ടോ? അയാളുടെ പാടായി അത്രയല്ലേ ഉള്ളൂ. അല്ല ഒരു മനുഷ്യനല്ലേ, ഒരു കണക്ക് തീർക്കണ്ടേ? കണക്ക് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ മറക്കാൻ പറ്റില്ലല്ലോ. ഡിസ്ക്രിമിനേഷൻ. അച്ചീവ്മെന്റ് ആൻഡ് എൻജോയ്മെന്റ് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇപ്പൊ അച്ചീവേഴ്സ് കൂടുതലാ. എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ബോധം കിടണം എന്നുള്ള അവസ്ഥയിലേക്ക് വേണം. ഉണർന്നിരിക്കുമ്പോൾ ആഘോഷിക്കണ്ടേ, സന്തോഷിക്കണ്ടേ? തിരിച്ചറിവ്. നീഡ് ആൻഡ് ഗ്രീഷ് പിന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം ഏതാണ്ട് പറയേണ്ട കാര്യമില്ല. നമുക്കിതിൽ എല്ലാവർക്കും കൂടുതലുള്ളത് ഏതാകുന്നു? ഒരു ഇതുപോലെ ലിവിംഗ് ഇൻ ഹാർമണി ഉദ്ഘാടനം ചെയ്യാമെന്ന ഒരാൾ പറഞ്ഞു, നമ്മൾ സമ്പാദിച്ചൊന്നേ മക്കൾക്കൊന്നും വേണ്ട. അത് അങ്ങോട്ട് കയറുമ്പോൾ അവസാനം ടോക്കൊക്കെ കേട്ട് ആൾ കഴിഞ്ഞിട്ടാ തിരിച്ചറിയാൻ. അല്ല സുരേഷ്, ഇപ്പോഴും കേരളത്തിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ ആസ്തി ഇപ്പൊ നിലവിൽ കേട്ടിടത്തോളം 300 കോടി ഉണ്ട്. മക്കൾക്ക് വേണ്ട, കേരളത്തിൽ ദാരിദ്ര്യമില്ല. ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്? ഗുഡ്. വാട്ട് യു ഫീൽ? കഷ്ടപ്പാടുണ്ടോ നമ്മുടെ നാട്ടില്? ഇല്ല. എന്താ തോന്നുന്നു? മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, അതൊരുണ്ടോ നമ്മുടെ നാട്ടില്? ഭക്ഷണം കഴിക്കാനില്ല, അതൊരുണ്ടോ? ഹൂ കെയർസ്? സെൻസിറ്റിവിറ്റി ആൻഡ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് സെന്റിമെന്റലിസം ആണ് കൂടുതൽ. ഇത് രണ്ടുമില്ല, എല്ലാം സെന്റിമെന്റലാ. നമ്മൾ തന്നെ എങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഡൊണേഷൻ കൊടുക്കുക? പത്രത്തിൽ വരുമ്പോൾ ഒരു ഇമോഷണൽ കോഡും കൂടെ ഉള്ള ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ പേഴ്സ് തുറക്കും, പോക്കറ്റ് തുറക്കും. തൊട്ടപ്പുറത്താൾ ഇത്രയും കാലം ജീവിക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. സെന്റിമെന്റലിസം. അലോൺനെസ് ആൻഡ് ലോൺലിനെസ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നതാണ് അവസാനം. വ്യത്യാസം ഉണ്ടോ? അലോൺനെസ് ഈസ് സ്ട്രെങ്ത്, ലോൺലിനെസ് ഈസ് സഫറിങ്. ഡിസ്ക്രിമിനേഷൻ വേണോ വേണ്ടയോ? 10 ആളുടെ നടുവിലിരിക്കുമ്പോഴും എന്ന് പറഞ്ഞിരിക്കാം, എനിക്കാരുമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഐ ആം കംഫർട്ടബിൾ വിത്ത് മൈസെൽഫ്, ആ ഫീലിംഗിൽ ഇരുന്നൂടെ. ഇത് അത്യാവശ്യമുള്ള നേരത്തെ അന്വേഷിച്ചാൽ കിട്ടുന്ന സാധനമല്ല, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാം. ഈ കൂടുതലുള്ളവരൊക്കെ എപ്പോഴും ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? പിന്നെന്തിനാ അവരെ കൺട്രോൾ ചെയ്യാനും അവരെ പിടിച്ചു വയ്ക്കാനും അവരോട് പൊസസീവ് ആവാനും അവരോട് ജലസി കാണിക്കാനും അവരോട് തല്ലിടാനൊക്കെ നേരം കളയാനും? ബി കംഫർട്ടബിൾ വിത്ത് യുവർ സെൽഫ്. എനിക്ക് സന്തോഷമായിട്ടിരുന്നൂടെ? ആ സന്തോഷം കൊണ്ട് മറ്റൊരാളോട് ഹെൽത്തി ആയിട്ട് എനിക്ക് കണക്ട് ചെയ്തൂടെ? ഇതും പഠിക്കേണ്ട വിഷയമാണ്. ഈവന്റ് ആൻഡ് ഫീലിങ്സ്. പലപ്പോഴും ഈവന്റിന് ഫീലിങ്സ് ഇല്ല, ആ ഈവന്റിനോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിന് വന്നു, എന്നെ അഭിപ്രായം പറയാൻ മൈക്കിന്റെ അടുത്തേക്ക് വിളിച്ചില്ല. ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്, വരായിരുന്നില്ലേ? അല്ല, ഒന്ന് വിളിക്കായിരുന്നില്ലേ? അല്ല, ഞാൻ അറിഞ്ഞില്ല. അല്ലെ, ആരോ പറഞ്ഞ പോലെ ഒന്നും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല. സംഭവം ശരിയാ, നമ്മൾ സമ്മതിക്കുമോ? അല്ല, ഭക്ഷണം കഴിക്കുമ്പോഴേ ഞാൻ മുമ്പിൽ നിൽക്കാന്ന് വിചാരിച്ചിട്ട് എവിടുന്ന് ഞാൻ എണീക്കാൻ വൈകുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് 2 ആൾ മുമ്പിൽ കയറി. ഫീലിങ്സ് പലപ്പോഴും ഈ സോഷ്യൽ വർക്കിൽ ഉൾപ്പെടെ എനിക്ക് മനസ്സിലാവാല്ല എവിടുന്ന് ആളുകൾ ഫീലിങ്സ് പൊട്ടിച്ചെടുക്കണം. എയറിൽ നിന്നൊക്കെ പൊട്ടിച്ചെടുത്തോളാം. ഈവന്റ് തിരിച്ചു പറയുമ്പോൾ മറ്റേ ആൾക്ക് അതിലൊരു കണക്ട് ഉണ്ടാവില്ല ചിലപ്പോ. അല്ല, എനിക്ക് മനസ്സിലായി, അന്ന് നിങ്ങൾ എന്നെ നോക്കിയ നോട്ടുണ്ടല്ലോ, എപ്പോ ആര് ആ ഫീലിങ്സ് എത്ര കാലം നമ്മൾ കൊണ്ടുനടക്കും? നിങ്ങളെ വീട്ടിലെ കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ പോയത്. നിങ്ങളെയൊക്കെ വിളിച്ചകത്തേക്ക് കയറ്റി, എന്നെ വിളിച്ചകത്തേക്ക് കയറ്റിയോ? എന്ന്, എപ്പോ, എത്ര കാലം അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തല്ലുവിടാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. പാസ്റ്റിന്റെ ഏറ്റവും ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് വിൽ നോട്ട് റിമെയിൻ വിത്ത് യു, ഓൺലി ഇറ്റ്സ് മെമ്മറീസ് ആൻഡ് ഇംപാക്ട്സ് റിമെയിൻ. ഇതിന് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കിയാൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ സാധ്യത നമുക്ക് അന്വേഷിക്കാൻ. ഞാൻ ഈ പറഞ്ഞ സംഗതികൾ ഇപ്പോ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞെന്ന് വെച്ചാലും ഇത്രയും ഡിസ്ക്രിമിനേഷൻ പഠിച്ചാൽ നമ്മളൊക്കെ വലിയ പ്രായോഗിക വേദാന്തികളായി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിരിച്ചറിവിന്റെ ഘടകമാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ടീം എന്ന് പറഞ്ഞു ഇല്ലേ, ഞാനും ഈ ലോകവും തമ്മിൽ. ഗുഡ് ന്യൂസ്, എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കില്ല. എന്നെ ഒന്ന് ഡിസെക്ട് ചെയ്തെടുത്താൽ ഓരോരുത്തർക്കും വേണമെങ്കിൽ ചെയ്തു നോക്കാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ സാധനം അതാണ്. എനിക്കൊരു ഫിസിക്കൽ ബോഡി ഉണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഉണ്ടോ?
ആ ബോഡിയുടെ എക്സ്പ്രഷനെ നമ്മൾ എന്താ വിളിക്കും ബോഡിയുടെ എക്സ്പ്രഷനെ? ബിഹേവിയർ. സൈക്കോളജിയിൽ എങ്ങനെയാണല്ലോ BFT എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, ഫീലിംഗ്, തിങ്കിങ്. നമ്മൾ ഇന്ററാക്ഷനിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. മൈൻഡിന്റെ എക്സ്പ്രഷനെ എന്താ വിളിക്കും? ഫീലിങ്സ്. നമുക്ക് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ടോ? അത് ആര് ക്രിയേറ്റ് ചെയ്യുന്നതാ? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? നമ്മൾ പറയരുത്. എപ്പോഴെങ്കിലും ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ അതേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ടീച്ചർമാര് പറഞ്ഞിട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ടാവോ? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേന്ന് ആരോടെങ്കിലൊക്കെ ചോദിക്കാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? അല്ലെങ്കിൽ വെറുതെ എന്റെ മൂഡ് കളയണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? ആരുടെ കയ്യിൽ അതിൻ്റെയൊക്കെ കൺട്രോള്? ഫീലിങ്സിന്റെ മേലെ ആർക്കാ കൺട്രോള്? നമുക്കാണോ അവർക്കാണോ? ഇൻസ്റ്റിങ്ക്റ്റീവ് ഇമ്പൾസീവ് റെസ്പോൺസ് ആണ് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ ഉണ്ടാവുന്ന ഒരു സംഭവത്തിന് ഇപ്പൊ ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ് ഫീലിംഗ്. അത് ഓൾവേസ് ഡിഗ്നിഫൈഡ് ആണ്. പക്ഷെ ഇത് എടുത്തു വെച്ചിട്ട് പിന്നീട് ആലോചിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അതിന് കാരണമായി ഈവന്റും കഴിഞ്ഞു പോയിണ്ടാവും, അതിന് കാരണമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളും അവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ഫീലിങ്സ് നമ്മുടെ കൂടെ നടന്നാൽ അത് നമ്മളുടെ ഡിഫിക്കൽട്ടിയാണ്. ഫീലിങ്സ് മൈൻഡിന്റെ എക്സ്പ്രഷനാണ്. അതിനെക്കുറിച്ച് നമ്മളൊക്കെ എന്താ പഠിച്ചിരിക്കണേ? അതിനെ മാനേജ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളേ? നമുക്കൊരാൾ ഫീൽ ചെയ്യണാണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റാറുണ്ടോ? നമുക്കറിയാമോ? ഒരു കുട്ടി ഇവിടെ ഇരുന്ന് കരയണമെന്ന് വിചാരിക്കാം. നമ്മളെങ്ങനെയാ കുട്ടിയെ സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം ഉപയോഗിക്കണ മലയാളികളുടെ സ്റ്റാൻഡേർഡ് 3 വാക്കുകൾ എന്തൊക്കെയാ? ആദ്യം ചോദിക്കും എന്തിനാ കരയണേ? അത് പറഞ്ഞിട്ട് എന്ത് വേണം? നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് അതായിരിക്കും. പക്ഷെ നമ്മൾ കുട്ടിയോട് എന്തിനാ കരയണേ? ഇനി കുട്ടി ഒരു കാരണം, എന്റെ ബലൂൺ പൊട്ടിപ്പോയി. അയ്യേ, ഇതിനാണോ കരയണേ? എന്ത് എന്റെ ബെൻസുകാർ പോലെയാണ് ആ കുട്ടിക്ക് അപ്പൊ ബലൂൺ. അതാണ് ഫീലിംഗിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്താണ്? അയ്യേ, ഇതിനാണോ കരയണേ? ആ ശരി. പിന്നെ നമ്മുടെ അഡ്വൈസ് മോഡില് ഒരു 3 വാക്കുകൾ ഉപയോഗിക്കലോ. എന്തൊക്കെയാണ്? പോട്ടെ, സാരല്ല, കരയണ്ട. വെരി ഗുഡ്. എന്റെ ബെൻസുകാർ പോകുമ്പോ നിങ്ങൾ വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ റെസ്പോൺസ് ചെയ്യും? റെസ്പോൺസ്. അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്തിരിക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് സാരല്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ റെസ്പോണ്ട്? അത് അങ്ങനെയൊക്കെ പറയാം. എന്റെ വിഷമം എനിക്കറിയാം. അത് തന്നെയാണ് ആ കൊച്ചോട് ഇരുന്ന് പറയണത്. വ്യത്യാസമില്ലല്ലോ. സാരില്ലാത്തത് ആർക്കാ? പറയണ ആൾക്കാണോ കരയണ ആൾക്കാണോ? പറയണ ആൾക്കാ. അയാൾക്ക് സാരല്ല ഉണ്ടല്ലേ, അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് കരയണേ. റോങ് റെസ്പോൺസ്. ഫീലിങ്സ് ലെറ്റ് ദം എക്സ്പ്രസ് എന്ന് കൂളായിട്ടിരിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യുന്ന സാധനങ്ങൾ ഇല്ലാതിരിക്കണം. അല്ല, നിങ്ങൾ കരയണ കാണുമ്പോഴേ എനിക്കും സങ്കടം വരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവരോട് നിർത്താൻ പറയണേ. ചില മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പെരുമാറാൻ അറിയാത്തവരാണ് പലരെന്ന് പറയാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ മിണ്ടില്ല, ആരോടും മിണ്ടില്ല, പോന്നു കഴിഞ്ഞു സമാധാനിപ്പിച്ചോ. ഇല്ലെങ്കിലോ അവിടെ പോയിട്ട് നോക്കിയിരുന്നിട്ട് നമ്മൾ കരഞ്ഞു തുടങ്ങും. അവസാനം മരിച്ച ആളുടെ മക്കൾ വന്നിട്ട് നമ്മളെ പോട്ടെ, എന്റെ അച്ഛനല്ലേ മരിച്ച, ഞാൻ എങ്ങനെയെങ്കിലും വഴി ഉണ്ടായിക്കോളാം, നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഈ രണ്ടും അല്ലാണ്ട് ഒരു റെസ്പോൺസ് ഉണ്ടോ? കൂളായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ നമുക്കുണ്ട്. ആ സമയത്ത് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവും. ഫീലിങ്സ് നാച്ചുറലായിട്ട് വരാം. അതിനെ ആ രൂപത്തിൽ റെസ്പെക്ട് ചെയ്ത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. തോട്ട്സ് മൂന്നാമത്തത് ഇന്റലക്റ്റിന്റെ റെസ്പോൺസ് ആണ്. ആ തോട്ട്സിന്റെ ഏറ്റവും ബ്യൂട്ടിയുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം എന്ന് പറയാം. ആ ഫ്ലെക്സിബിലിറ്റി എവിടെ നിന്ന് കിട്ടുക? അതിന്റെ ബാക്കിലുള്ള നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയാണത്. തന്റെ വീട്ടിൽ മുമ്പത്തെ ഒരു തുളസി വെച്ചിട്ടുള്ളൊരു തുളസി തറയുണ്ട്. അപ്പൊ അച്ഛൻ്റെയൊക്കെ ബിലീഫ് സിസ്റ്റം അനുസരിച്ച് അതിന്റെ വലതുവശത്ത് കൂടി പോകാൻ പാടില്ല, അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് സ്ഥലമേ ഉള്ളൂ മതിലിന്റെയും തുളസിത്തറയുടെ ഇടയിൽ. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ചെളി മുഴുവൻ ഒഴുകിയിട്ട് ഈ തുളസിയുടെ അപ്പുറത്ത് കെട്ടിക്കിടക്കും. പക്ഷെ തുളസിയുടെ ഏത് ഭാഗത്ത് കൂടെ പോകാൻ പാടുള്ളൂ? പ്രദക്ഷിണം ചെയ്ത് പോകാൻ പാടുള്ളൂ. ഈ ചെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാല് കഴുകിയിട്ട് വേണം പോകാനായിട്ട്. സ്ട്രോങ് ബിലീഫാണ്, സംഭവം ന്യായമാണ്. പക്ഷെ പ്രാക്ടിക്കലി എന്ത് വേണം? അറ്റ്ലീസ്റ്റ് മറ്റൊരാളുടെ മേലെ നമ്മുടെ ബിലീഫ്സ് അടിച്ചേൽപ്പിക്കുന്ന സമയത്തെങ്കിലും ആദ്യം ബോധം വേണം. രണ്ടാമത് നമ്മളുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ തിങ്കിങ്ങിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
അപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം, ഫ്ലെക്സിബിലിറ്റി വേണം. ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനേക്കാൾ പവർഫുള്ളാണ്, വിച്ച് അഫക്ട് ദ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. ആ ബിലീഫ് സിസ്റ്റം ചിലപ്പോൾ ഒറ്റ അനുഭവം കൊണ്ട് നമുക്ക് കിട്ടാം. പൊളിറ്റിക്കൽ ബിലീഫ്സും റിലീജിയസ് ബിലീഫ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു വാശി എങ്ങനെയാണ് അത് വഴക്കിലേക്ക് പോകുന്നത്, അക്രമത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം. ഇൻഡിവിജ്വലി ഓൾസോ നമ്മളുടെ വളർച്ചയിൽ ചില അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുള്ള സട്ടിൽ ഇമ്പാക്ട്സ് റിമെയിൻ ഇൻ us ആസ് ബിലീഫ്സ്. അത് നമ്മുടെ ഫീലിങ്ങിനെയും ബിഹേവിയറിനെയും തിങ്കിങ്ങിനെയും റെസ്ട്രിക്റ്റ് ചെയ്യും, നമ്മുടെ ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇതൊക്കെ ഒരു ടീമിലെ ആൾക്കാരുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എൻ്റെ ടീമിൽ ഞാൻ ഒറ്റയ്ക്കാന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് എൻ്റെ കൂടെ? എൻ്റെ ബോഡി ഉണ്ട്, എൻ്റെ മൈൻഡ് ഉണ്ട്, എൻ്റെ ഇന്റലക്ട് ഉണ്ട്, എൻ്റെ വാല്യൂ ആൻഡ് ബിലീഫ് സിസ്റ്റം ഉണ്ട്, നിഷ്കളങ്കമായിട്ടുള്ള ഞാനുണ്ട്. ഈ കളങ്കമൊന്നും എൻ്റെ മേലില്ല എന്നുണ്ടെങ്കിൽ ഐ എം എ പ്യുവർ സോൾ. ഞാൻ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. എൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എനിക്ക് ഇല്ലാണ്ടായി. അങ്ങനെയുള്ള ഒരാളെ ആരും ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ ഫിൽറ്റേഴ്സിന്റെ ഒക്കെ കനം കുറഞ്ഞു വരുന്ന സമയത്ത് അയാൾക്ക് റിയൽ വേൾഡിനെ റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പുറത്തുള്ള ആൾക്കുണ്ടാവും ഇതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാവും? ബോഡി ഉണ്ടാവും, മൈൻഡ് ഉണ്ടാവും, ഇന്റലക്ട് ഉണ്ടാവും, ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. 10 ഗ്യാപ്പ് നമ്മുടെ ഇടയിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ 10 ഫിൽറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൽ ഇന്റിമസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവോ? ആ 10 ഫിൽറ്റേഴ്സിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന് പറയുമ്പോൾ 2 ഇൻഡിവിജ്വൽസിന്റെയും റോളാണ് അത്. ഇന്റർപേഴ്സണൽ ഹാർമണി എന്ന് പറയുന്നത് ഇതിലും വലിയൊരു വിഷയമാണ്, ഇതിലും സാധ്യതകളുള്ള ഒരു വിഷയമാണ്. ഇതെല്ലാം പറഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ഇൻട്രാപേഴ്സണൽ റോൾ, ഇൻട്രാപേഴ്സണൽ ഹാർമണി എന്ന് പറയുന്നത് ഈ ഫിൽറ്റേഴ്സിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരലാണ്. അവിടെ എവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായാലും അത് കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. എൻ്റെ മൈൻഡും എൻ്റെ ഫീലിങ്സും എൻ്റെ തിങ്കിങ്ങും തമ്മിൽ യോജിച്ചു പോയില്ലെങ്കിൽ എന്തുണ്ടാവുക? കോൺഫ്ലിക്റ്റ്. ഞാൻ 2 കാലം ഇങ്ങനെ വെച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫിസിക്കൽ എബിലിറ്റിയേക്കാൾ കൂടുതൽ 2 കാലും ഇത്രയും കൂടെ അകന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാവുക? പെയിൻ അല്ലേ? ഇപ്പൊ ഈ ഓരോ ഫാക്കൽറ്റിയും അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പെയിൻ കൂടാതെ അടുത്തടുത്ത 2 ഫാക്കൽറ്റീസ് തമ്മിൽ യോജിക്കാതെ വരുന്ന സമയത്തും ഇതേ പെയിൻ ഉണ്ടാവും. എനിക്ക് ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, പുറമേക്ക് കാണിക്കാനേ അറിയില്ല. മറ്റേ എങ്ങനെ മനസ്സിലാക്കാം? ഐ ഫീൽ ഫോർ യു, യെസ് എക്സ്പ്രസ്, ലെറ്റ് മീ അണ്ടർസ്റ്റാൻഡ്. ഇല്ലാതെ എങ്ങനെ മനസ്സിലാക്കാം? എനിക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, ബട്ട് ഐ എം നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. എങ്ങനെ അപ്പുറത്താൾ മനസ്സിലാവാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയം. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിൽ പിശുക്കന്മാരാണോ പിശുക്കികളാണോ? എന്താ അഭിപ്രായം? അധികം സ്നേഹം കാണിച്ചാൽ ചീത്തയാവും, വഷളാവും, അല്ലെങ്കിൽ എവിടെ കയറിയിരിക്കും? തലേ കയറിയിരിക്കും. ശരിക്കും കുട്ടികളെ എവിടെയാ കയറിയിരിക്കാറ്? നമ്മൾ അധികം സ്നേഹം കാണിച്ചാൽ മടിയിൽ കയറിയിരിക്കും. അതിനൊരു 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട് ഈ പഴഞ്ചൊല്ലിന്. അധികം സ്നേഹം കാണിച്ച പിള്ളേര് മടി കയറിയിരിക്കുന്നുള്ളതാണ് 1ാം ഭാഗം. 2ാം ഭാഗം ഇപ്പൊ എല്ലാ സിനിമ അങ്ങനെയാണല്ലോ. ചാപ്റ്റർ 1 എന്താ അത്? അല്ലെങ്കിൽ അവർ സ്നേഹം കാണിക്കണവരുടെ മടി കയറിയിരിക്കും. സ്വാഭാവികല്ലേ? ഇപ്പൊ എത്ര പ്രായത്തിൽ നമുക്ക് പ്രേമം തുടങ്ങാം എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ ഭീകരമാണ്. ഒരു ക്യാമ്പസിൽ സ്കൂളിൽ ഹയർ സെക്കൻഡറിക്കാരെ ക്ലാസ് എടുക്കാനായിട്ട് പോവാ. വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് പിള്ളേർ ഓടി കളിക്കുന്നുണ്ട്. ഒരു പയ്യൻ ഓടി വന്നിട്ട് എൻ്റെ മുമ്പിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, ചേട്ടാ എവിടെയാ? അവന്റെ സാമ്രാജ്യമുള്ളൂ. അവനും ചേട്ടന്മാർ ക്ലാസ് എടുക്കാണ്ട. ചേട്ടന്മാർക്കാ? ആ, എന്തുട്ട് ക്ലാസ്സാ? അപ്പൊ അന്ന് നിശ്ചയിച്ചിരുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻസിനെ കുറിച്ചാണ്. ടോപ്പിക്ക് ഐ ലവ് യു എന്നായിരുന്നു. അപ്പൊ ഞാൻ ആ പയ്യനോട് ഐ ലവ് യുടാ. എന്തുട്ട് ഐ ലവ് യു? അയ്യേ എന്നിട്ട് അവൻ ഓടിപ്പോയി. ഈ ഐ ലവ് യു കേട്ട് ഓടിപ്പോണ ഒരാളെ കണ്ട നമ്മൾ പിന്നാലെ വിളിക്കില്ലേ? നീ പറയേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്തേ ചേട്ടൻ? അതൊക്കെ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ഐ ലവ് യു ഒക്കെ 5ാം ക്ലാസ്സിൽ തുടങ്ങി 8ാം ക്ലാസ് ആകുമ്പോൾ കഴിയില്ലേ എന്നാണ് ചോദിക്കുക. അത്രയും വിവരം നമ്മൾക്കായിട്ടില്ല എപ്പോഴും. സ്നേഹം എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അതിന് വല്ല വാല്യൂ ഉണ്ടോ? സ്നേഹം അധികം കാണിച്ച പിള്ളേർ തലേ കയറിയിരിക്കുന്നു വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം കാണിക്കുമോ? എക്സ്പ്രസ് ചെയ്യോ? ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട്, നിനക്ക് വേണ്ടി തേങ്ങുന്നു. ആര് പറഞ്ഞു തേങ്ങാൻ? ഇഷ്ടംപോലെ പാരൻസ് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു ഡയലോഗാണ്, സാറേ ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? അപ്പൊ അവനും എൻ്റെ കൂടെ നോക്കും, ആർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി.
ഇവന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറഞ്ഞു ഇവരോട് കഷ്ടപ്പെടാൻ പറഞ്ഞിട്ടില്ലേ? ഈ കണക്ക് ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. ഇത്രയും കാലമായിട്ടും കഷ്ടപ്പാടിന്റെ കണക്കാണ് സ്നേഹം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്റർപേഴ്സണൽ ഹാർമണി ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാം. കൊച്ചുകുട്ടിയാകുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയില്ല. അയ്യോ എടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കൊഞ്ചിക്കുന്നു, ഇത്തിരി വലുതായാല ഇനി കൊഞ്ചിക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്ന് കഴിഞ്ഞു. പിന്നെ എപ്പോഴാണ് കൊഞ്ചിക്കണേ? വയസ്സായിട്ട് ഡെഡ് ബോഡി ആയിട്ട് കിടക്കുമ്പോൾ അയ്യോ അച്ഛ പോലെ, അയ്യോ അച്ഛ പോലെ. അപ്പൊ ഇത്രയും ദിവസം അച്ഛൻ ചായപ്പ് കിടക്കുമ്പോൾ അച്ഛനെ ഇനി എപ്പോഴാ പോണേന്നായിരുന്നല്ലോ അന്വേഷണം. ഇപ്പൊ എന്താ പോലെ എന്ന് പറയണേ? വൈ ഡോണ്ട് യു എക്സ്പ്രസ്? ശീലിപ്പിച്ചിട്ടില്ല. മക്കളെ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യൂ. 2-2.5 വയസ്സാകുമ്പോഴത്തേക്കും കഴുത്തിലൊരു ടൈയും അരയിലൊരു ബെൽറ്റും കാലുമേ 2 ഷൂസും കെട്ടിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടിട്ട് വണ്ടി വിട്ടു എന്ന് പറയാൻ പറയലേ, എനിക്ക് സ്കൂളിൽ പോകണ്ട, മോന് പഠിച്ച് വലിയ ആളാവണ്ടേ, എനിക്ക് വലിയ ആളാവണ്ട, കയറ്റി വിടാണ്. എനിക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഉള്ള സ്നേഹം മുഴുവൻ എടുത്തിട്ട് യെസ് ഓർ നോ? നിവൃത്തി ഉണ്ടെങ്കിൽ ഈ ചെക്കൻ വലുതാവുമ്പോൾ അച്ഛനും അമ്മയും വയസ്സായിട്ടുണ്ടെങ്കിൽ അതേ ഓട്ടോറിക്ഷക്കാരനോട് വരാൻ പറയും, അച്ഛനും അമ്മയും കൊണ്ടുപോകൊള്ളാൻ പറയും. എന്തിനാ? അവിടെ പോയാൽ നിങ്ങളുടെ പ്രായത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, ജോളിയായിട്ടിരിക്കാലോ. കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞ ഡയലോഗാണ്. മോനെ അവിടെ പോയാൽ മോൻ്റെ പ്രായത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, കളിച്ച്. അതിനാണ് സ്കൂളിൽ പറഞ്ഞയച്ചേ. ഞാനും സ്കൂളിൽ പോയത് അതിന് വേണ്ടിയിട്ട്. അവിടെ എന്തുണ്ടായെന്നുള്ള എനിക്കല്ലേ അറിയുള്ളൂ. ഇതേപോലെയുള്ള സമൂഹ നിർമ്മിതിക്ക് നമ്മുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇന്റർപേഴ്സണൽ ഹാർമണി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാപേഴ്സണൽ ഹാർമണി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർപേഴ്സണൽ ഹാർമണി. അതിനും ഒരു ശാസ്ത്രവും ആർട്ടൊക്കെ ഉണ്ട്. എളുപ്പമല്ല. ഞാൻ സ്നേഹം മാത്രമേ എനിക്കുള്ളൂ എന്നിട്ടും അവരെന്താ എങ്ങനെ? അവർക്ക് മനസ്സിലായിണ്ടാവില്ല. ഞാൻ ചൈനീസ് ഭാഷയിലും വർത്താനം പറഞ്ഞു, വേറെ ആളവിടുന്ന് ബംഗാളി ഭാഷയിലും വർത്താനം പറഞ്ഞു. ഇത് 2 പേർക്ക് അതും ഇതും അറിഞ്ഞൂടാ. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പോകണം? ഈ സ്നേഹത്തിനൊരു ലാംഗ്വേജ് ഉണ്ടോ? സ്നേഹത്തിൻ്റെ എക്സ്പ്രഷന് വാല്യൂ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ ഇതിൻ്റെ 2ാം ഭാഗമായി. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഒരു വഴക്കില്ലാത്ത രീതിയിൽ അങ്ങോട്ട് മനസ്സിലായോ? ഇൻട്രാപേഴ്സണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ ഇൻ്റഗ്രേഷൻ, ഇത് 2ഉം ചേർന്നാൽ ലിവിങ് ഇൻ ഹാർമണി ആയി. ആത്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബോധ്യമുണ്ട്. സ്നേഹം പങ്കുവയ്ക്കപ്പെടുകയാണെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഭയമാണ് നമുക്ക്. സ്നേഹം കാണിച്ച തലയിൽ കയറിയിരിക്കുന്നവരെ ഭയമാണ്. നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയാൽ നമ്മളെ ബാക്കിയുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ എന്നുള്ള ഭയമാണ്. പലതരത്തിലുള്ള ഭയത്തിൽ ജീവിച്ചാൽ നമുക്ക് സന്തോഷം അകലെയായിരിക്കും. ഞാനിവിടെ നിർത്താം.